ചന്ദ്രലേഖയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടാറുണ്ട്, ഒരുപാട് തിരക്കുള്ളവർ. ഈ തിരക്കിനിടയിലും ഇവരുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പോകാറുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ടോ എന്ന് നമ്മൾ ഒരു വട്ടെങ്കിലും ആലോചിച്ചിട്ടില്ലേ? എനിക്കങ്ങൊരു സംശയം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ എല്ലാ ധാരണകളെയും തിരുത്തിക്കൊണ്ട് ഒരുപാട് പ്രതിഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള പ്രതിഭകളെ ചന്ദ്രലേഖയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് ഞങ്ങൾ. പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഞാനെന്താ ഇത്രയും സ്പെഷ്യൽ പറഞ്ഞെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഈ പറഞ്ഞ ആൾ ഒരു രാഷ്ട്രീയക്കാരിയാണ്, കലാകാരിയാണ്, സുന്ദരിയാണ്, എൻ്റെ നാട്ടുകാരിയാണ്, ഒരു പാചകക്കാരിയുമാണ്. കൂടുതൽ സസ്പെൻസ് ഇടുന്നില്ല, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ മാം. ഹായ്, ഹലോ. ഹാപ്പി ആണോ? ഓ, ഹാപ്പി ഓണം. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ ഓണത്തിന്? അല്ല, എല്ലാ ഓണത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഞാൻ ഓരോ ഓണം വിചാരിക്കും, ഞാൻ ജനിച്ചതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഓണം, പിന്നെ വിചാരിച്ചു കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യത്തെ ഓണം, പിന്നെ വിചാരിച്ചു മോളുണ്ടായതിൻ്റെ, പിന്നെ കൊച്ചുമോളുണ്ടായതിൻ്റെ. അങ്ങനെ എപ്പോഴും ഒരു ഓണം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭവമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കും. നമ്മളല്ലാതെ നമുക്ക് വേറെ ഒരു ആഘോഷത്തെയും നമ്മൾ ഓണത്തിന് മുമ്പ്, ഓണത്തിന് ശേഷം, ഇങ്ങനെയാണ് ശരിക്കും മലയാളി വർഷത്തെ തന്നെ ഓർക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാ ഓണത്തിനും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓണം ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4 തലമുറയെ ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ മമ്മി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പനും അമ്മയും, ഞാനും ഹസ്ബൻഡും, എൻ്റെ മോളും മോളുടെ ഹസ്ബൻഡും കുട്ടികളും, അങ്ങനെ 4 തലമുറയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ ഓണം വരുമ്പോഴും, കാരണം എൻ്റെ പപ്പായ്ക്കെന്ന് പറയുന്നത് ഇപ്പം 90 വയസ്സാവുന്നു, എൻ്റെ മമ്മി എന്ന് പറയുന്നത് 87 വയസ്സ് കഴിഞ്ഞു, എൻ്റെ അമ്മയ്ക്കെന്ന് പറയുന്നത് 84 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഓരോ ഓണം വരുമ്പോഴും നമുക്ക് അടുത്ത ഓണം ഇവർക്ക് ഇതുപോലെ നന്നായിട്ട് കൊടുക്കാൻ കഴിയുമോ എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വേദനയും തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഓണം മാത്രമല്ല, എല്ലാ കടനാളും ഞങ്ങളുടെ വീട്ടിൽ ഉത്സവമാണ്, പ്രത്യേകിച്ച് ഓണം. ഓക്കെ, അപ്പം ഇന്നേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മാമിൻ്റെ സ്പെഷ്യൽ? ചക്ക വരട്ടി പ്രഥമൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പൊ ചക്ക സീസൺ അല്ലല്ലോ? ചക്ക സീസൺ അല്ല, അതാണ് നമ്മുടെ മലയാളിക്കുള്ള ഒരു പ്രശ്നം. ഒരു കാലമുണ്ട്, മാമ്പഴക്കാലം, ഈ ചക്ക ഉണ്ടാകുന്ന കാലം. ആ കാലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചക്ക ഉണ്ടാകുന്ന കാലം വരെ നമ്മൾ കാത്തിരിക്കും. പക്ഷെ അങ്ങനെയല്ലാതെ എന്താണോ ഏത് സീസണിൽ നമുക്ക് ഏത് പഴങ്ങളാണോ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക, ആ സമയത്തേത് സംസ്കരിച്ച് ഏതെങ്കിലും രൂപത്തിൽ വെക്കണം എന്നാണ് ശരിക്കും എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത്. അങ്ങനെ ഈ ചക്കയുടെ സമയത്ത് ഉണ്ടാക്കി വെച്ച ചക്ക വരട്ടിയതാണ് ഇത് ചക്ക പ്രഥമനായിട്ട് ഇപ്പം ഈ ഓണക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് മാം വേണ്ടത്? അതെ, അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതിങ്ങെടുത്ത് തന്നാൽ മതി. നമുക്ക് ഹൽവയാണെന്ന് വിചാരിച്ചു ആദ്യം. ഇതാണെങ്കിലേ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെ ചക്ക ഹൽവയെന്നോ ചക്ക വരട്ടിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ പറയാം. കൂടുതൽ നെയ്യും ഒക്കെ എടുത്ത് ഒരുപാട് ഇളക്കി എടുക്കുന്നുണ്ട്, ഇത് ഹൽവയായിപ്പോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ പുറത്ത് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. ഇപ്പം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതും സെയിം, അത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചക്ക വരട്ടിയത് ഇതുപോലെ ഒരു പീസാണ് ഞാനിപ്പം ഈ കുക്കറിൻ്റെ ഇതിൻ്റെ അകത്ത് 1 കപ്പ് വെള്ളം കൂടെ വെച്ച്. ഇത് എത്ര പേർക്കുള്ളതാണ്? ഇതൊരു 4-5 പേർക്ക് നന്നായിട്ട് കുടിക്കാൻ പറ്റും. ഞാനത് ചെറിയ ഫാമിലി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, അല്ലെ വലിയ അണ്ടാവൊക്കെ എടുത്ത് വെക്കണ്ടേ, അത് വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വെച്ചിട്ട് ഇത് ആവി ഒരു സ്റ്റീം വരണം. സ്റ്റീം വന്നിട്ട് നമ്മളിത് കണ്ടോ, ശരി, ഇതാവും. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് വേവിച്ച ഈ സാധനം ഇതുണ്ട്, ചക്ക വരട്ടിയത്, നമ്മളിത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നെയ്യ്, ഏലക്ക എല്ലാം കൂടെ ചെയ്താണ് നമ്മൾ ചക്ക വരട്ടുന്നത്. അപ്പോൾ ഇത് ഉരുക്കുമ്പം കുറച്ചും കൂടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ശരി, ഇപ്പം നമ്മൾ ചക്ക വരട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഇത് ലൂസ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം റെഡിയായി. ഇതിൻ്റെ അകത്തോട്ട് ഇനിയിപ്പം നമുക്ക് ശർക്കര എടുക്കാമല്ലോ അല്ലേ? ഈ ശർക്കര എന്ന് പറയുമ്പോൾ ഇതൊരു 200 ഗ്രാംസ് വരും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി മധുരം ഇരുന്നോട്ടെ എന്നുള്ളത് കൊണ്ട് 200 ഗ്രാംസിൻ്റെ നമ്മുടെ ചക്കര ഉരുക്കി എടുത്തതാണിത്. ക്ലീനാക്കി ഉരുക്കി കണ്ടോ, ഇച്ചിരി കുറുക്കി വരുന്ന പോലെ ആക്കിയതാണ് ഇത്. ഇതിലും കൂടുതൽ വേണ്ടവർക്ക് ഇതിലും കൂടുതൽ വേണ്ടി വരത്തില്ല. ഇതാണെങ്കിൽ നല്ല മധുരമാകും. എത്ര സമയം വെക്കണം? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിക്കുമല്ല, 10 മിനിറ്റ് ഇത് ഈ ശർക്കര പാനിയും കൂടെ ചേർന്ന് ഈ ചക്ക വിളയിച്ചതൊന്ന് ഇരിക്കുന്നതാണ് ചക്ക പായസത്തിന് നല്ലത്. ചക്ക പായസമല്ല, ചക്കപ്രഥമന് നല്ലത്. മാം, എനിക്കൊന്നൊരു സംശയമാണ്. രാഷ്ട്രീയം, പാചകം എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഫീൽഡ്. എങ്ങനെയാണ് മാമിന് പാചകത്തോട് ക്രേസ് വന്നത്? അയ്യോ, പെണ്ണല്ലേ, പെണ്ണായാലേ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ വീട്ടിൽ നിന്ന് പുറത്താവും. അപ്പോൾ പക്ഷേ ഉമ്മൻചാണ്ടിക്കും AK-ആന്റണിക്കും ഒന്നും പാചകം ചെയ്യണ്ട. പക്ഷേ ശോഭന ജോർജിനും ഏത് നേതാവാണെങ്കിലും ഒരു മിനിമം ഒരു പാചകത്തെ പറ്റി അറിവുള്ളവരായിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പാല് ചേർക്കാം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 തേങ്ങയുടെ പാലാണ് ഉള്ളത്. തേങ്ങാപ്പാലാണല്ലേ? തേങ്ങാപ്പാലാണ്. ശരിക്കും ഇപ്പം തന്നെ എല്ലാം ഇതിൻ്റെ അകത്ത് ചേരേണ്ടതെല്ലാം ചേർന്ന് കഴിഞ്ഞു. പാലും കൂടെ ചേർന്നതോടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ കൂടെ നമ്മൾ അതിങ്ങനെ ഒരു കുറുകുന്ന പായസം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുറുകുന്ന പരുവാണല്ലോ. പിന്നെ പായസത്തിന് ഇളക്കുമ്പോൾ ഇങ്ങനെ ഇളക്കരുത്. രജനിക്ക് വല്ലതും അറിയാമോ ചെയ്യാൻ? കുറച്ച് എന്ത് കാര്യമാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത്, അപ്പം ആ കുക്ക് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ താളം അനുസരിച്ചേ നമ്മൾ ഈ സ്പൂൺ ഇട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാവൂ. ടിപ്സ് ആണ്. അല്ല, നമ്മൾ പലരും ഞാൻ ചില വീട്ടിലൊക്കെ ചിലപ്പോൾ കാണാം പാല് കാച്ചുന്നത്. അങ്ങനെയല്ല, പാല് കാച്ചുമ്പം തന്നെ നമ്മളത് പെയ്യെ മാത്രം ഇളക്കുക. ഇതാണ്ട, ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതാകുന്നതിൻ്റെ ഒരു ലൈൻ വീണിട്ടുണ്ട് അല്ലേ? ഇതായിട്ടുണ്ടോ? ഇല്ല, കുറച്ച് നേരം. എത്ര സമയത്തോളം വെക്കണം ഇത്? ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സമയം എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ നമുക്കിപ്പോൾ ഈ സമയം പറയുന്നത് എന്തിനാണ്? നമുക്ക് ഇത് 1 മണിക്കൂർ വെച്ചേച്ച് നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ പാചകം ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ അത് സംബന്ധിച്ചുണ്ടാവണം. 10 എന്നുള്ള ചിലപ്പോൾ 15 ആയിരിക്കും, ചിലപ്പോൾ 15 മിനിറ്റ് നമുക്ക് വേണ്ടായിരിക്കും. എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു സമയം പറയാൻ വേണ്ടിയിട്ടായി കുക്കിംഗ് ടൈം പറയുന്നത്. ഇപ്പം ഈ ഓണസദ്യയിൽ എങ്ങനെയാണ് വീട്ടിൽ മാം തന്നെയാണോ ഓണസദ്യ ഉണ്ടാക്കുന്നത്? അല്ല, ഓണസദ്യ നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ. ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടും ഓണത്തിന്. പിന്നെ അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ, ആർക്കും ഒരു ഫസുമില്ല, എല്ലാവരും റെഡിയാണ്, എല്ലാവരും ആ ഒരു മൂഡിലാണ്. രജനി കുറേ നേരമായിട്ട് വെറുതെ നിൽക്കുമല്ലേ? ഞാനോ? അപ്പം രജനിക്ക് ഒരു പണി തരാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് ഇതങ്ങോട്ട് ഇളക്കണം. അപ്പൊ അവിടെ എന്താ പരിപാടി? അവിടെ നമ്മൾ വേറൊരു പരിപാടി, ആ കുക്കറിങ് എടുത്തോ. മാം വേറൊരു പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണോ? വേറൊരു പായസം ഉണ്ടാക്കാൻ തുടങ്ങും. 2 പായസം. ഈ പായസത്തിനാണെങ്കിൽ ആ വെള്ളം കൂടി എടുക്കണേ, ഒഴിക്കുന്ന വെള്ളം. ഇതിൻ്റെ അകത്ത് വേണ്ടതുണ്ടോ? കുറച്ച് ഒരു 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 1/4 കപ്പ് തന്നെ ഉണ്ടോ? ഇത്രയും പാലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത്രയും വെള്ളം കൂടെ ഒഴിക്കുന്നു. ശരി. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആയിരിക്കുന്ന സാധനം കണ്ടോ? എന്താ ഇത്? ഇതാണ് സേമിയ. ഈ സേമിയ എന്ന് പറയുന്ന ഒരു 200 ഗ്രാം സേമിയ ഉണ്ട്. ഇതിൻ്റെ അകത്ത് 100 ഗ്രാം പഞ്ചസാരയുണ്ട്, പിന്നെ കിസ്മിസ്, ബാക്കിയുള്ള സാധനങ്ങൾ, ഏലക്ക ഒക്കെ ഉണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മൾ കുക്കറിലോട്ട് ഇടുവാണ്. ഇതിപ്പം നമുക്ക് ഏത് വീട്ടിലാണേലും ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് പായസം മേടിക്കാനൊന്നും പോകണമെന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 200 ഈ ഒരു അളവിൽ ഈ പഞ്ചസാരയും ഇതും ഒക്കെ ഉണ്ടല്ലോ, വെർമിസെല്ലി മാത്രം ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പഞ്ചസാരയും ഇട്ട് അതിൻ്റെ അകത്ത് ഏലക്കായും ഗ്രാമ്പു വേണമെങ്കിൽ ഗ്രാമ്പു വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ കിസ്മിസ്, കാഷ്യൂ നട്ട്സ് ഇതെല്ലാം കൂടെ വറുത്ത് ഇതെല്ലാം കൂടെ ഇട്ട് കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് പിന്നെ പഞ്ചസാര എവിടെ ഏലക്ക എവിടെ എന്നും പറഞ്ഞൊന്നും പോകണ്ട. ഇതാണെങ്കിൽ ഈ കുക്കറിൻ്റെ അകത്ത് വെച്ച്
ഇത് ഒരു വിസിൽ കേൾക്കുന്നവരെ വെച്ചാലുള്ള ഒരു പ്രയോജനം എന്ന് ചോദിച്ചാൽ, പലപ്പോഴും സേമിയ പല വീട്ടിൽ ചെല്ലുമ്പോഴും ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, സേമിയ ഒരിടത്ത് കിടക്കും, പാൽ ഒരിടത്ത് കിടക്കും. അതെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എത്ര, പ്രത്യേകിച്ച് ഈ പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പം സേമിയ വേഗം താമസിക്കും. പക്ഷേ പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വേർതിരിക്കാനൊട്ട് പറ്റത്തുമില്ല. അതിൻ്റെ ഏറ്റവും ഒരു ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത്, ഇത് കുക്കറിൻ്റെ അകത്ത് ഇത് ഇച്ചിരി പാലും കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഈ സേമിയ നല്ല ടെൻഡറായിരിക്കും. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ പാലും കൂടെ ചേർത്താൽ പായസം റെഡിയായി. അപ്പോൾ അവിടെ പ്രഥമൻ ഉണ്ടാക്കി തീരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ 2 പായസം. നിങ്ങൾക്കറിയാമോ, നമ്മൾ അടുത്ത് നിൽക്കുന്ന ആള് ചെറിയ പുള്ളിയൊന്നും അല്ല. ഒരു ആൽബം കണ്ടിരുന്നു. എന്താ മാം അതിനുള്ള സാഹചര്യം? എൻ്റെ ഓണമാണോ? അതെ അതെ. അതെനിക്ക് ഒരു 2 ഓണത്തിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ എന്ന് പറയുന്ന ഓണം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മനസ്സിലുണ്ടാവുന്നത് സർക്കാർ ഓണം, അല്ലെങ്കിൽ ഓണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിനിമ, ഏതൊക്കെ സിനിമ റിലീസാവുന്നു അതുമായി റിലേറ്റഡ്, അങ്ങനെയൊക്കെ മാത്രമാണ് ഓണത്തെ കാണുന്നത്. പക്ഷെ ഒരു ഓണം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ വികാരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ പേരിശ്ശേരി എന്ന് പറയുന്ന നാടാണ്. ആ നാടെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടാണ്. ആ വീട്, ആ സമൂഹം മുഴുവൻ, അവിടെ പല ജാതിയുണ്ട്, പല മതമുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കെല്ലാം ഓണം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പം അവിടെ ഏതെങ്കിലും വീട്ടിൽ, ഏത് വീട്ടിലാണ് ഊഞ്ഞാലിടുന്നതെന്നില്ല, ഏത് വീട്ടിൽ ഊഞ്ഞാലിട്ടാലും നമുക്ക് തോന്നയില്ല അവരുടെ വീട്ടിൽ ഇരിക്കുന്ന ഊഞ്ഞാലാണല്ലോ, നമ്മളെങ്ങനെ ആത്തേല് ഞങ്ങളവിടെ കയറി അവിടുത്തെ പിള്ളേരെ തള്ളി കയറി അവിടെ ഇരിക്കും. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ. അതുപോലെ ഏത് വീട്ടിലാണെങ്കിലും ഉപ്പേരി ആയാലും ശർക്കര പുരട്ടി ആയാലും എങ്ങനെ എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ആ ഒരു വണ്ണസ് ഫീലിൻ്റെ ഓണം അതെങ്ങനെ പുതിയ തലമുറയോട് പറയും എന്ന് ഞാനില്ല ശരിക്കും. ഇന്ന് അതൊന്നും അവർക്ക് മനസ്സിലാവത്ത് പോലുമില്ല. അപ്പം പുതിയ തലമുറയോട് എങ്ങനെ പറയും എന്ന് ആലോചിച്ചപ്പം എനിക്കതിൻ്റെ ഒരു മാർഗം തോന്നിയത്, പാടാനൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും പാടുക എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ തന്നെ ഓണപ്പാട്ടുകളെല്ലാം കുറേ നേരത്തെ ഉള്ളത്, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഞാൻ തന്നെ അതിൻ്റെ അകത്ത് കുറേ സംഗീതമൊക്കെ ചേർത്ത് ഞങ്ങൾ കുറേ പേര്, കുറേ നല്ല കലാകാരന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുക്കിയതാണ് എൻ്റെ ഓണം എന്ന കാസറ്റ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ? അല്ല, എല്ലാ ഓണത്തിനും ഞാനത് പാടാറുണ്ട്. ഇന്ന് വേറെ പാട്ട് പാടാം. ആ കൈയിലോ മാണിക്ക ചെമ്പഴുക്ക, എൻ്റെ ഇടം കൈയിലോ മാണിക്ക ചെമ്പഴുക്ക, ഓടുന്നുണ്ടേ മാണിക്ക ചെമ്പഴുക്ക, ഒന്നു വലത്തു വച്ചേ മാണിക്ക ചെമ്പഴുക്ക, ആ കൈയിലോ മാണിക്ക ചെമ്പഴുക്ക, ഒന്നു വലത്തു വെച്ചേ മാണിക്ക ചെമ്പഴുക്ക. അതെ, അതിൻ്റെ അകത്ത് ആ കാസറ്റിലെ ഒരു പാട്ടാണത്. എത്ര സോങ് ഉണ്ട്? എനിക്കൊന്ന് 7 എണ്ണമാണെന്ന് തോന്നുന്നു. ഏകദേശം നമ്മളുടെ ഇതായിട്ടുണ്ടാവോ? ആയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇപ്പം നമ്മൾ 2 വിസിൽ കേട്ടപ്പോൾ നമ്മളിത് ഓഫാക്കി. പിന്നെ ഇതിപ്പം അതിൻ്റെ എയർ പോയി, അതുകൊണ്ട് നമ്മളിതിപ്പോൾ തുറക്കുന്നു. തുറന്നിട്ട് അപ്പം ഇതൊന്ന് വെന്തു. ഇനിയും ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ പാൽ വന്നിട്ടുണ്ട്. ഈ പാലെന്ന് പറയുന്നത് 200 ഗ്രാം വെർമിസെല്ലിക്ക് 200 ഗ്രാം വെർമിസെല്ലിക്ക് 1 ലിറ്റർ പാലാണേ. 200 ഗ്രാം വെർമിസെല്ലിക്ക് 1 ലിറ്റർ. 100 ഗ്രാം പഞ്ചസാര. ശരി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ പാലൊഴിച്ചൊക്കെ വെന്തതായതുകൊണ്ട് നമുക്ക്, എനിക്കാണെങ്കിൽ എപ്പോഴും കുറുകിയിരിക്കുന്ന പായസമാണ് ഇഷ്ടം. എനിക്കും ആണല്ലേ. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ എന്ന് പറയുമ്പം കുറേ കൂടി ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഒഴിക്കാം. പിന്നെ കുറച്ച് നേരം ഇരിക്കുമ്പം അത് തന്നെ കുറുകുമല്ലോ. അതെ അതെ. ആരെങ്കിലൊക്കെ മാമിനെ വിളിച്ച് ഇങ്ങനെ അഡ്വൈസ് ഒക്കെ ചോദിക്കാറുണ്ടോ? ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു വലിയ പാചകക്കാരിയൊന്നും അല്ല. പക്ഷേ കള്ളം പറയരുത്. അല്ല, പക്ഷെ ഒരു കാര്യം പറയണമല്ലോ, ഞാനൊരു ബുക്ക് കണ്ടാൽ ആദ്യം അതിൻ്റെ അകത്ത് പാചകം ഉണ്ടെങ്കിൽ അതേ വായിക്കത്തുള്ളൂ.
അത് അതിനുള്ള ടേസ്റ്റ് കൂടുതൽ. അത് ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ പോകുമ്പോഴേ, പിന്നെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എല്ലാം ഏറ്റവും ഇഷ്ടം ഈ ചാനൽ കാണാനാണ്. ഏത് കുക്കറി ചാനൽസ് കാണാനാണ് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് ചില സമയത്ത് ഉച്ചയ്ക്ക് കൂട്ടാനൊക്കെ കുറവാണെങ്കിൽ അതിൽ നോക്കി ചോറുണ്ടോളൂ. അപ്പം ഞാൻ പറയും ഇന്ന് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയല്ലേ ശരി നമ്മൾ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്മുടെ ഇതൊക്കെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതേപോലെ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോഴ് ഏകദേശം നമ്മുടെ 2 പായസവും ആയിട്ടുണ്ട്. അപ്പോൾ രജനിയുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും. അയ്യോ, എല്ലാ ക്രെഡിറ്റും രജനിക്കുള്ളതാണ്. അപ്പം ഇതൊക്കെ എടുത്ത് തരുമോ? പിന്നെ അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, അതിൻ്റെ അകത്തെ നമുക്ക് 1 സ്പൂൺ പഞ്ചസാര വെറുതെ നമ്മുടെ ഒരു സന്തോഷത്തിന്. അതൊരു പൊടി ഇടുന്നത് ഇടട്ടെ? മതി മതി. കാരണം പഞ്ചസാരയും ശർക്കരയും മധുരമാണെങ്കിലും രണ്ടിനും 2 ടൈപ്പ് ടേസ്റ്റാണ് ഉള്ളത്. അപ്പം ഇനിയിപ്പം നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. ഏലക്കയുടെ ഇട്ടോളൂ, ഇട്ടോ, മതിയോ? ഇട്ടോ. രജനിക്കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇടും. നമ്മളിത് എല്ലാം പക്ഷേ ഇടുമ്പോഴേ ഒരു കാര്യം ഓർത്തോണം, ഈ തിളച്ച പായസത്തിൻ്റെ അകത്ത് ഇങ്ങനെ പൊക്കി ഇടരുത്. ഇപ്പൊ തന്നെ തീർച്ചയുണ്ടോ? അതുകൊണ്ട് ഇത് ഭയങ്കരമാണ്. നമ്മള് ഈ ഇതെന്ന് പറഞ്ഞാൽ വീണാലുണ്ടല്ലോ അപ്പൊ തന്നെ പൊള്ളി അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടരുത് എപ്പോഴും. ഈ പ്രത്യേകിച്ച് ശർക്കര കുറുകുമ്പോൾ അതിന് തീക്ക് ഭയങ്കര ഇതാണ്, ഡീപ്പായിട്ട് നമുക്ക് പൊള്ളും. അതുകൊണ്ട് ഇങ്ങനെ താത്തേ ഇടാവും. അപ്പൊ ഇനിയിപ്പോ പായസം കുടിക്കുവാണല്ലോ. പിന്നെ ആണോ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ സേമിയായും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് 2 പായസവും റെഡിയായി. രക്ഷയില്ല, ഏതിന്റെ മണമാണെന്ന് എനിക്ക് അങ്ങോട്ട് ഐഡന്റിഫൈ പറ്റുന്നില്ല അല്ലേ? അപ്പം ഞാൻ ഇതും ഇതിൻ്റെ അടുപ്പും ഞാൻ ഓഫ് ചെയ്യുവാണ്. ശരി. അപ്പോൾ ഇവിടെ 2 പായസങ്ങൾ ഒരേ സമയം റെഡി ആയിട്ടുണ്ട്. ഏതാദ്യം കഴിക്കണം? ഞാൻ പറ. ചക്കപ്രഥമൻ കഴിച്ചു നോക്കാം. തീർച്ചയായിട്ടും. ഇത് ഇട്ട പോലെ കഴിക്കരുത് കേട്ടോ, വളരെ സൂക്ഷിച്ചാൽ കഴിക്കാം. പായസം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി തിരക്ക് കൂടുതലുണ്ടല്ലേ? കുറച്ചും കൂടി ഓക്കെ. ദേഹത്ത് വീഴിക്കരുത്, ഭയങ്കര ചൂടാന്ന് ഓർത്തോണം കേട്ടോ. അപ്പം എല്ലാ ഓണാശംസകളും. താങ്ക് യു വെരി മച്ച്. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പറയാമേ. സൂക്ഷിച്ച് കുടിക്കണം. നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓണക്കാലത്ത് ചക്കപ്രഥമൻ കഴിക്കുന്നത്. അതിന് നമ്മളോട് പ്രത്യേക താങ്ക്സ്. എനിക്ക് വളരെ സന്തോഷം അങ്ങനെ കേട്ടതിൽ. നന്നായിട്ടുണ്ട്. യു ഹാവ് ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. അപ്പം നമുക്ക് 2ാമത്തെ പായസം ടേസ്റ്റ് ചെയ്യാം. ഞാൻ അത് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ഇരിക്കട്ടെ. ചക്കപ്രഥമൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കുടിക്കണേ. മധുരം അല്ലെങ്കിൽ ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ? അതെ. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നട്ട്സ് ചേർക്കാം. ഓക്കെ. പക്ഷേ കുറച്ചിരുന്ന് ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ലതാണ് ബദാം അരിഞ്ഞ് ചേർക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയ ഒരു പായസം ആണ് എന്നുള്ളതുകൊണ്ട്. എന്നാലും അത് എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ നോക്കട്ടെ. നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോഴൊക്കെയുള്ള പായസം എങ്ങനെയാണോ അതേപോലെ തന്നെ. മുഖസ്തുതിയാണോ? ഒരിക്കലും അല്ല. അല്ല, സീരിയസ്ലി നന്നായിട്ടുണ്ട്. രജനിക്ക് മാത്രമല്ല, നിങ്ങളും കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു അഭിപ്രായം പറയണം. തീർച്ചയായിട്ടും ഈ ഓണം നിങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുള്ള, എന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന നല്ല മധുര ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ഓണമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ചന്ദ്രലേഖ ഇവിടെ പൂർണ്ണമാകുന്നു.
ഓണം സ്പെഷ്യൽ സെഗ്മെൻറ്റ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. ഇനി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. चंद्रलेखा